ഏറ്റവും പുതിയ പെൻഷൻ വാർത്തകൾക്ക് സ്വാഗതം. 2025 ജനുവരിയിൽ കൂടുതൽ ആനുകൂല്യങ്ങളാണ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വരാൻ പോകുന്നതും. അതുകൊണ്ട് തന്നെ ഈ 2025 അടുത്ത ഗഡു പെൻഷൻ വിതരണം ഉടനെ ഉണ്ടാകും. ഇതിനു വേണ്ടി 850 കോടി അനുവദിച്ചെന്ന് ധനമന്ത്രി അറിയിച്ചു. ക്രിസ്മസ് ന്യൂ ഇയർ അനുബന്ധിച്ച് വിതരണം ചെയ്യുമെന്ന് പറഞ്ഞ് 1600 രൂപയുടെ വിതരണമാണ് പുരോഗമിക്കുന്നത്. ഇതുകൂടാതെ പുതുവത്സരത്തിന് ഇനി അടുത്ത ഗഡു വിതരണം ഉടനെ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ധനവകുപ്പിനും മറ്റ് വാർത്തകളിൽ നിന്നൊക്കെ വരുന്ന റിപ്പോർട്ട്. ബാങ്ക് അക്കൗണ്ടിൽ 27 ലക്ഷം വരുന്ന ആളുകൾക്ക് തുക എത്തിച്ചേർന്നിട്ടുണ്ട്. എത്തിച്ചേരാത്തവർക്ക് ഇന്നും നാളേക്കായിട്ട് തുക പൂർണ്ണ അളവിൽ ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരും. കൈകളിൽ വിതരണം തുടങ്ങി എത്തിച്ചേരാത്തവരുണ്ട്, അവർക്കും താമസിക്കാതെ എത്തിച്ചേരും. കൂടാതെ വീടുകളിൽ പെൻഷൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹകരണ സംഘ ഉദ്യോഗസ്ഥർ വീടുകളിൽ എത്തി നൽകുകയാണ്. ഇന്ന് നാളേക്കായിട്ട് വിതരണം പൂർണ്ണ അളവിൽ വീടുകളിലെത്തും. ഇതിൻ്റെ എല്ലാം സാഹചര്യത്തിൽ സർക്കാരിൻ്റെ കർശന പരിശോധനയും കൂടെ നടക്കുന്നുണ്ട്. അർഹതയുള്ളവർക്ക് മാത്രം ക്ഷേമ പെൻഷൻ ഇനി എത്തിച്ചു നൽകാനാണ് സർക്കാരിൻ്റെ തീരുമാനം. അർഹതയില്ലാത്ത എല്ലാവരെയും പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കി പുതിയ പെൻഷൻ പട്ടിക ഈ ആഴ്ച തന്നെ പുറത്തിറക്കും. സാമൂഹ്യ സുരക്ഷ ക്ഷേമ പദ്ധതിയിൽ നിന്ന് അർഹതയില്ലാത്ത ആൾക്കാരെ കണ്ടെത്തി പുറത്താക്കാനാണ് സർക്കാരിൻ്റെ തീരുമാനം. സർക്കാരിന് ഇതിലൂടെ കോടിക്കണക്കിന് ലാഭമാണോ ഈ പ്രതിസന്ധിയിലും സർക്കാരിന് ഇവരെ പുറത്താക്കുവാണെങ്കിൽ കോടിക്കണക്കിന് ലാഭമാണ് സർക്കാരിന് എത്തിച്ചേരാൻ പോകുന്നത്. അപ്പോൾ ക്ഷേമ പെൻഷൻ കൂട്ടാനും അതുപോലെ ഇലക്ഷന് മുന്നോടിയായി കുടിശ്ശിക ഉള്ള പെൻഷൻ കൊടുത്തു തീർക്കാനും സർക്കാരിന് സാധിക്കും. വാഹനം, വലിയ ഭൂമി, സാമ്പത്തികമായ പുരോഗതി, സർക്കാർ ജോലിയുള്ളവർ എന്നിവരെ കണ്ടെത്തി പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കും. ആഡംബര കാറുള്ളവരെ കണ്ടെത്താൻ MBDയുടെ ഡാറ്റ പരിശോധിക്കും. ഇതിൻ്റെയൊക്കെ പേരിൽ പെൻഷൻ വാങ്ങുന്ന ആളെ അനർഹരെന്ന് കണ്ടെത്തിയ പെൻഷൻ നിർത്തലാക്കും. ഇതുവരെ അർഹതയായവർ പെൻഷൻ അർഹതയില്ലാത്തവർ പെൻഷൻ വാങ്ങിയത് കണ്ടെത്തിയ പലിശ അടക്കം അവരെ സർക്കാരിലേക്ക് തിരിച്ചടിക്കണം. പിന്നെ അവരുടെ പേരിൽ നടപടികൾ സ്വീകരിക്കും. ഒട്ടേറെ നടപടികളാണ് ഇവരുടെ പേരിൽ വരാൻ പോകുന്നത്. ഈ കാര്യങ്ങൾ പ്രധാനമായി എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വീടുകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആൾ ഇനി മുതൽ ഫേസ് മാസ്റ്ററിങ് ചെയ്തതിന് ശേഷമായിരിക്കും പണം ലഭിക്കുക. 1600 രൂപ. ഇതിനു വേണ്ടി പെൻഷൻ തരാൻ സഹകരണ സംഘ ഉദ്യോഗസ്ഥർ വീട്ടിലെത്തുമ്പോൾ DVDs വഴി നിങ്ങളുടെ ഫേസ് സ്കാൻ ചെയ്ത് സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോഴാണ് ഇനി പെൻഷൻ കിട്ടുള്ളൂ. ഇനി ഇതിനു വേണ്ടി നിങ്ങൾ മാസ്റ്ററിങ് ചെയ്യാൻ വീടിന് പുറത്തു പോവുകയോ ഒന്നും വേണ്ട. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ പറയാനുള്ള. എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കൂടുതൽ ആൾക്കാരിലേക്ക് ഈ അറിവുകൾ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളോ എൻ്റെ പോരായ്മകളോ എല്ലാം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.